ഗൗരിയമ്മേ. ആഹാ, മോളെന്താ ഈ സമയത്ത്? ഇപ്പോഴാണോ ഡ്യൂട്ടി കഴിഞ്ഞേ? ഒന്നും പറയണ്ട, ഞാൻ ഇപ്പോഴാ ഡ്യൂട്ടിക്ക് കേറാൻ പോകുന്നത്. ഓ, നൈറ്റ് ഡ്യൂട്ടി ആണല്ലേ? ഞാൻ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അതേതായാലും നന്നായി. മഹിമ കോളേജിൽ നിന്ന് വന്നത് മുതൽ എന്തോ ഒരു വിഷമത്തിലാ. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. ചേച്ചി, നീ ആകെ വിഷമിച്ചിരിക്കാന്ന് ഇവര് പറഞ്ഞല്ലോ. എന്താ കാര്യം? വക്കീലിന് വെറുതെ തോന്നിയതാ. എനിക്കൊരു കുഴപ്പമില്ല. മുകുന്ദന് മാത്രമല്ല, എനിക്കും തോന്നുന്നുണ്ട് നിനക്ക് എന്തോ വിഷമമുണ്ട്. എന്താ പറ്റിയെന്ന് പറ മോളെ. ഒന്നുമില്ല ചേച്ചി. നീ ആയിട്ട് പറയുന്നോ അതോ ഞാൻ അന്വേഷിക്കണം? എന്താ നടന്നേന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയം വേണ്ടെന്ന് നിനക്കറിയാലോ. മോളെ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് വലിയ വിഷയമൊന്നുമില്ല ചേച്ചി. നീ കാര്യം പറ. വലുതാണോ ചെറുതാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ശാലിനിയെ കണ്ടു. എന്നിട്ട്? ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കായി. കുറച്ച് ആളുകളൊക്കെ കൂടി. അപ്പൊ അങ്ങോട്ട് ഗോപാലൻ വന്നു. ഇത്ര ആളുകളുടെ മുന്നില് മകള് നാണം കിടന്ന് കണ്ടപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. കല്യാണത്തിന്റെ അന്ന് ഞാൻ അയാളെയും കാര്യമായിട്ട് അപമാനിച്ചതാണല്ലോ. എല്ലാം കൂടിയുള്ള ദേഷ്യം അയാൾ കാണിച്ചു. എടി, അയാൾ എന്താ ചെയ്തേ? അത് എടി, അയാൾ എന്താ ചെയ്തേന്ന് പറ. അയാൾ എന്റെ മുഖത്തടിച്ചു. എന്നിട്ടാണോ താൻ ഇത്ര നേരം എന്നോടൊന്നും പറയാതിരുന്നത്? അയാളെ ഞാൻ എന്ത്? വേണ്ട വക്കീലെ, അയാൾക്കുള്ള പണി അവസരം കിട്ടുമ്പോ ഞാൻ തന്നെ കൊടുത്തോളാം. ഇപ്പൊ ആരും ഒന്നും ചെയ്യണ്ട. അങ്ങനെ നിന്നെ തല്ലിയാ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കും നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ തൊട്ടാലുള്ള ഭവിഷ്യത്ത് എന്താന്നാ ഗോപാലൻ അറിയണം. നിന്നെന്നല്ല, ഇനി ഒരു പെണ്ണിന്റെ നേരെ അയാളുടെ കൈ ഉയരരുത്.